ശ്രീ VPP മുസ്തഫ, ഇന്നിപ്പോൾ അൻവർ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വാർത്താ സമ്മേളനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കൃത്യമായി അൻവറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് പാലിക്കുന്നു എന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ആദ്യ പ്രതികരണങ്ങളിൽ അദ്ദേഹം അങ്ങനെയാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് FB പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചത് അങ്ങനെയാണ്. പക്ഷേ അതും കഴിഞ്ഞ് വീണ്ടും വാർത്താ സമ്മേളനങ്ങൾ നടത്തി പാർട്ടിയുടെ CPM-ൻ്റെ പൊതുനിർദ്ദേശം പാലിക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് അതേക്കുറിച്ച് പറഞ്ഞതും അങ്ങനെയാണ്. അതായത് നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തി അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിലൂടെ നിരന്തരം വാർത്താ സമ്മേളനം നടത്തി തന്നെ അതിനെ ശ്രദ്ധയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ഇന്ന് അവകാശപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ അതിതാണ്. അതായത് ഒന്ന്, ശ്രീ മുസ്തഫ, സർക്കാരിനെ നയിക്കുന്നത് ഉപജാപക സംഘമാണ്. ഇവിടെ ഇപ്പോൾ നീതി ലഭിക്കാത്തത് കമ്മ്യൂണിസ്റ്റുകാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ്. പൊതുപ്രവർത്തകർക്കാകെ ഈ സർക്കാരിൻ്റെ കാലത്ത് കൂച്ചുവിലങ്ങ് പൊതുപ്രവർത്തകർക്കിടുന്നു. അൻവറിനെ ചതിച്ചു. ഇങ്ങനെയെല്ലാം പോവുകയാണല്ലോ അൻവറിൻ്റെ കുറ്റാരോപണങ്ങൾ ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ. ശ്രീ VPP മുസ്തഫ, ഇതില് കുറ്റാരോപണമൊന്നുമില്ല. ഇത് വളരെ ചീഞ്ഞ ആരോപണങ്ങൾ മാത്രമാണ്. അദ്ദേഹം ഏതോ ഒരു മതിഭ്രമത്തിൽ പെട്ട് വല്ലാത്ത നിലയിൽ ഇടതുപക്ഷത്തെ CPIM-നെ, അത് നേതൃത്വം നൽകുന്ന സർക്കാരിനെ, ആ സർക്കാരിന്റെയും പാർട്ടിയുടെയും തലവനായ ശ്രീ പിണറായി വിജയനെ ഏകപക്ഷീയമായി കടന്നാക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇത്രയും ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ, താങ്കൾ തന്നെ ഉപയോഗിച്ച കുറ്റാരോപണം പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള ഒരു അവസ്ഥയെയല്ല. തീർച്ചയായിട്ടും അങ്ങേയറ്റം മോശമായ ഒരു രാഷ്ട്രീയ ശത്രുവിന്റെ സമീപനമാണ് അദ്ദേഹം ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രീ അൻവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ ശ്രീ അൻവറിനെ ഇടതുപക്ഷ പ്രവർത്തകർ വലിയ നിലയിൽ ആവേശപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? അദ്ദേഹം കോൺഗ്രസിന്റെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തിയുള്ള സമീപനം സ്വീകരിച്ച് CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗമായത് കൊണ്ടാണ്. ആ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തോട് ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ ഇടതുപക്ഷ പ്രവർത്തകർ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷമെങ്കിലുമായിട്ട് അദ്ദേഹം അതിനേക്കാൾ വലിയ പഴക്കം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ 8 വർഷമെങ്കിലുമായി തന്നെ കൂടെ കൊണ്ടു നടക്കുന്ന സഖാക്കളെ ഓർത്തിരുന്നുവെങ്കിൽ, ആ സഖാക്കൾ നെഞ്ചേറ്റുന്ന പാർട്ടിയെ ഓർത്തിരുന്നുവെങ്കിൽ, ഇതുപോലെ ഒരു രാഷ്ട്രീയ ശത്രുവിന്റെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ജൽപ്പനങ്ങൾ അദ്ദേഹം ഇന്ന് പറയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു കുറ്റാരോപണമൊന്നുമല്ല. കുറ്റാരോപണമൊക്കെ ആണെങ്കിൽ അതിനൊരു ഗൗരവ സ്വഭാവം ഉണ്ടാകും, അതിന് കൃത്യമായിട്ടുള്ള മാനങ്ങൾ ഉണ്ടാകും. ഇവിടെ ഒരു സ്വപ്ന സുരേഷിന്റെ ഒക്കെ നിലപാടിലേക്ക് അങ്ങ് നിലവാരം താണുപോയ ഒരു അൻവറിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അദ്ദേഹം ഈ യുദ്ധങ്ങളെല്ലാം ആരംഭിക്കാൻ വേണ്ടിയിട്ട് കാരണമായി പറഞ്ഞത് ഷാജൻ സ്കറിയയാണ്. ആ ഷാജൻ സ്കറിയ ഇടതുപക്ഷത്തിനെതിരെ വലിയ നിലയിലുള്ള പ്രചരണം നടത്തുന്നു. അദ്ദേഹം വലിയ നിലയിൽ കേരളീയ സമൂഹത്തിൽ മതപരമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും വിധം, വർഗീയമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും വിധമുള്ള ഇടപെടൽ നടത്തുന്നു. അത് ഞാൻ പറഞ്ഞിട്ട് ഈ P ശശിയും ADGP-യും കേട്ടില്ല. ഇതാണല്ലോ അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ ആകെ കാതൽ ഇത്രയും ദിവസങ്ങളിൽ ആകെ നടത്തിയതിലുമുള്ളത്. ആ ഷാജൻ സ്കറിയയുടെ ഒരു കൊച്ചു പതിപ്പായി ഇന്ന് അദ്ദേഹം മാറി എന്നല്ലാതെ മറ്റെന്താണ് ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഗൗരവമായിട്ടുള്ളത്? പിണറായിക്കെതിരെ, പാർട്ടിക്കെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ ഒക്കെ അദ്ദേഹം ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും പുതിയ വസ്തുതയുണ്ടോ? നേരത്തെ കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിലെ വലതുപക്ഷം, രാഷ്ട്രീയ വലതുപക്ഷം, തീവ്ര വലതുപക്ഷം, മാധ്യമങ്ങളിൽ ഒരു വിഭാഗം, ഈ ഷാജൻ സ്കറിയെ പോലുള്ള ആളുകൾ, ഇവരെല്ലാം ചേർന്ന് എന്താണോ കഴിഞ്ഞ കുറച്ചു കാലമായി CPIM-നെതിരെയും പിണറായിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കാര്യങ്ങൾ തന്നെ തന്റേതായ ഭാഷയിൽ ആവർത്തിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അവിടെ ഷാജൻ സ്കറിയക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടയാൾ ഇന്നിപ്പോ ഒരു കൊച്ചു ഷാജൻ സ്കറിയായി മാറിയ വല്ലാത്തൊരു ദുരന്ത പര്യവസ്ഥയായ ട്രാജഡി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ഗൗരവമായിട്ട് എടുക്കേണ്ട എന്തെങ്കിലും വിമർശനം ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ അത് ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. കാരണം അവരിത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചു കാലമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആഘോഷിക്കാനുള്ള വലിയ വക കിട്ടുമല്ലോ, ഇടതുപക്ഷത്തിനെതിരായും പിണറായിക്കെതിരായും. ഈ വലതുപക്ഷ മാധ്യമങ്ങളും
വലതുപക്ഷ രാഷ്ട്രീയവും പറയുന്ന ഒരു കാര്യമാണല്ലോ. CPM-ൽ ജനാധിപത്യമില്ല, CPM-ൽ ചർച്ച നടക്കുന്നില്ല, CPM-ൽ ആളുകളെല്ലാം പിണറായിയുടെ അടിമകളാണ്. ഇതൊക്കെ എത്രയോ കാലമായിട്ട് ഇവർ പറയുന്ന വാദമുഖങ്ങളല്ലേ. അത് തന്നെയല്ലേ അദ്ദേഹം ആവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണം ഇടതുപക്ഷത്തോടൊപ്പം കുറച്ചു കാലമായി നിൽക്കുന്ന ഒരാൾ കൂടി പറയുമ്പോൾ അത് സമയമെടുത്ത് ലൈവ് സ്ട്രീം ചെയ്ത എന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും പുതുമയുള്ള ഒരു സംഗതി, എന്തെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയുള്ള എന്തെങ്കിലും ഒരു ആരോപണം പുതുതായിട്ട് അൻവറിനും പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ VPP മുസ്തഫ, അൻവർ ഇവിടെ പാർട്ടി നേതാക്കൾ അതെ, VPP മുസ്തഫ ഇന്ന് ഇതുവരെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് അത് കുറെ കൂടി ഭിന്നമാകുന്ന അദ്ദേഹം അവകാശപ്പെടുന്നതും അദ്ദേഹം പറഞ്ഞതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ പറഞ്ഞപ്പോഴൊക്കെയും മുഖ്യമന്ത്രിയെ ചേർത്തു പിടിച്ച് അദ്ദേഹം ഒരു മകനെ പോലെ ചേർത്തു പിടിച്ച് മറ്റു ചില കൊള്ളരുതായ്മകൾ, അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ അദ്ദേഹം ആരോപിക്കുന്നതായ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടാൻ എന്ന നിലയിലൊരു സമീപനം സ്വീകരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചതിൽ പ്രകോപിതനായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ തിരിയും വിധത്തിലേക്ക്, മുഖ്യമന്ത്രിയെ തന്നെ രൂക്ഷമായി വിമർശിക്കും വിധത്തിലേക്ക് പല കാര്യങ്ങളും പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴൊക്കെ പറഞ്ഞത് ഇത് പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല, പാർട്ടിയെയും അതേ രൂപത്തിൽ പാർട്ടി നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്നുണ്ട്. ഒരേ സമയം അദ്ദേഹം സഖാക്കളാണ് പാർട്ടി പ്രവർത്തകരായ സഖാക്കളാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പമാണ് അദ്ദേഹം എന്ന ഒരു നിലപാട് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ മേൽക്കൂര മാത്രമായ നേതൃത്വം എന്നതിനെയാണ് വിമർശിക്കുന്നത്. പ്രശ്നങ്ങളിൽ ഇടപെടാത്ത നേതൃത്വം എന്ന നിലയിൽ CPIM നേതൃത്വത്തെ പറഞ്ഞു വെക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലേക്ക് ആവർത്തനത്തിനും അപ്പുറത്തേക്ക് പോയതുകൊണ്ടല്ലേ VPP മുസ്തഫ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ശത്രുക്കളുടെ നിരയിലേക്ക് അൻവർ പോയി എന്ന് CPIM-ന് ഇന്ന് കൂടുതലായി പറയേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താ, അദ്ദേഹം ഈ എടുത്തു പറയുന്ന സഖാക്കൾ ഉണ്ടല്ലോ, ആ സഖാക്കളുടെ നെഞ്ചാണ് പാർട്ടി, ആ സഖാക്കളുടെ കരളാണ് പാർട്ടി, ആ സഖാക്കളുടെ ജീവനാണ് പാർട്ടി. ആ പാർട്ടിയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതിന്റെ നേതൃത്വത്തെ, അതിന്റെ ഗവൺമെന്റിനെ ഒക്കെ വിമർശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പോയാൽ ഈ സഖാക്കൾ ഇത്രയും നാൾ കൊണ്ടു നടന്ന അൻവറിന്റെ കൂടെ ഉണ്ടാകുമോ? അൻവർ ആലോചിക്കുന്നത് അൻവർ ഏതോ മതിഭ്രമത്തിലാണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ തന്നെയാണ് നേരത്തെയും ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്കെല്ലാം ഉണ്ടായ അനുഭവം. അവർ ഈ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പ്രത്യേക പരിവേഷത്തിൽ, കാരണം ഇടതുപക്ഷത്തെ പറയുമ്പോൾ അതിന്റെ സർക്കാരിനെയും CPIM-നെയും വിമർശിക്കുമ്പോൾ നമുക്കറിയാലോ മാധ്യമങ്ങൾ വലിയ കവറേജ് നൽകും. ആ ഒരു കെണിയിൽ വലിയ ബുദ്ധിമാനാണെന്ന് സ്വയം വിചാരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് എനിക്ക് 6th സെൻസ് ഉണ്ട് എന്നൊക്കെയാണ്. അങ്ങനെ വലിയ ബുദ്ധിയുണ്ട് എന്ന് കരുതുന്ന ശ്രീ PV അൻവറും ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിനെതിരെ വാളോങ്ങി പുറപ്പെട്ട ചിലരുടെ അതേ അവസ്ഥയിലല്ലേ എത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളുടെ ഈ കെണിയിൽ അദ്ദേഹം പെട്ടുപോയില്ലേ? അവർ കുറച്ചു ദിവസം തുടർച്ചയായി ഇദ്ദേഹത്തിന് ഇങ്ങനെ ലൈവ് ടെലികാസ്റ്റും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോ അദ്ദേഹം വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എന്തോ വലിയ ലോകത്താണുള്ളത് എന്നുള്ളത്. ഇങ്ങനെ കെണിയിൽപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇടതുപക്ഷത്തുണ്ടായിരുന്ന കുറച്ചാളുകളെ അടർത്തിയെടുക്കാൻ അവർക്ക് രാഷ്ട്രീയമായ വനവാസം പോലും വരുന്ന അവസ്ഥയിലേക്ക് പലരുടെയും അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. കുറച്ചു കാലം മാധ്യമങ്ങൾ CPIM-നെതിരെ പറയുമ്പോൾ അവരെ കൊണ്ടു നടക്കും. സ്വാഭാവികമായിട്ടും അവർ CPIM-ൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുല്ലുവില പോലും ഉണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിൽ എന്നുള്ളത് മുൻകാല അനുഭവമാണല്ലോ. അത് ആ കെണിയിൽ വീണുപോയതിന്റെ ദുര്യോഗമല്ലാതെ മറ്റെന്തുണ്ട്? അതുകൊണ്ട് അൻവർ കരുതുന്നത് പോലെ നാട്ടിലെ CPIM പ്രവർത്തകർ അവരാണ് പാർട്ടി. അത് അദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ഈ 2 മണിക്കൂർ പത്രസമ്മേളനത്തിലെ കൃത്യമായ ഏക വസ്തുത അതാണ്. ഈ നാട്ടിലെ ജനങ്ങളാണ്, ഈ സഖാക്കളാണ് പാർട്ടി. പക്ഷെ ആ പാർട്ടി സഖാക്കൾ ഇതുപോലത്തെ ജൽപ്പനങ്ങളുടെ കൂടെയല്ല നിൽക്കുക. അദ്ദേഹം ഉപയോഗിച്ച വാചകം വളരെ കൃത്യമാണല്ലോ. അദ്ദേഹത്തിന് TP രാമകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ പാർട്ടി വിരുദ്ധരുടെ ഒരു കെണിയിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താ? താങ്കൾ ഇപ്പൊ കോട്ട് ചെയ്ത വാചകമാണ്. അദ്ദേഹം ഈ നേതൃത്വം മേൽക്കൂര അത് ദുർബലമാണ്, ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPIM-നെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കറിയാം ഇത് മേലെ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടി സംവിധാനമാണ്. സ്വാഭാവികമായും CPIM-നെ ദുർബലപ്പെടുത്തണമെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസമാണ് തകർക്കേണ്ടത്.
അത് വളരെ കൃത്യമല്ലേ? ഞാൻ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ നേരത്തെ അൻവർ തന്നെ പറഞ്ഞത്. അതെ, നേരത്തെ VP മുസ്തഫ തന്നെ ഷാജൻ സ്കറിയയെ പരാമർശിച്ച് ഷാജൻ സ്കറിയയ്ക്കെതിരായ ഫൈറ്റിലേക്ക് വന്ന അൻവർ എന്ന ഒരു കോണ്ടെക്സ്റ്റ് VP മുസ്തഫ പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം വന്ന ഷാജൻ സ്കറിയയുടെ പോസ്റ്റിൽ, ഞാനതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും എന്തായാലും പോകുന്നില്ല, പക്ഷേ അദ്ദേഹം ഷാജൻ പറഞ്ഞു വെക്കുന്ന ഒരു വാചകം, ഷാജൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായും അൻവർ പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. താൻ പറഞ്ഞ എല്ലാം അൻവർ അക്കമിട്ടു പറഞ്ഞു എന്നാണ് ഷാജൻ സ്കറിയ അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൂടി VP മുസ്തഫയുടെ ശ്രദ്ധയിലേക്ക്. എന്താണ് പ്രതികരണം? എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ, ആർക്കെതിരെയാണോ അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചത് അങ്ങേരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന അവസ്ഥയിലേക്ക് PV അൻവർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ PV അൻവറാണ് പുനരാലോചിക്കേണ്ടത്. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ അദ്ദേഹം CPIM-നെതിരെ ഉന്നയിച്ചിരിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ജൽപ്പനങ്ങൾ അത് ശരിയായോ എന്നുള്ളത്, ആർക്കാണ് അത് ഗുണം ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പറയുന്ന സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണോ? മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പുഴുക്കുത്തുകൾക്കെതിരായ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണോ? നമ്മുടെ നാടിനെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള നിരന്തരമായ ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാജൻ സ്കറിയമാർക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണോ? ഇപ്പോ ഷാജൻ സ്കറിയയുടേതുപോലുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതിൽ അഭിരമിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുകയല്ലേ? അങ്ങനെ ഒരാൾക്ക് എങ്ങനെ CPIM-നെ കുറിച്ച്, അതിന്റെ ജീവനായ പാർട്ടി സഖാക്കളെ കുറിച്ച് അവകാശം ഉന്നയിക്കാൻ വേണ്ടി കഴിയും? അപ്പോ വളരെ കൃത്യമാണ് നമ്മുടെ മുന്നിലുള്ള സ്ഥിതി, കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാ? CPIM-നെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കറിയാം തനിയെ CPIM-നെ തകർക്കാൻ കഴിയില്ല. നേതൃത്വത്തിലുള്ള വിശ്വാസമാണ് അണികൾക്ക്, പാർട്ടി സഖാക്കൾക്ക് നേതൃത്വത്തിലുള്ള വിശ്വാസമാണ് അതിന്റെ കരുത്ത്. അതിനു വേണ്ട ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നേതൃത്വത്തിൽ വിശ്വാസം ഇല്ലാതാക്കുക. ആ തന്ത്രമാണ് രാഷ്ട്രീയ ശത്രുക്കളുടെ, വർഗശത്രുക്കളുടെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ആ തന്ത്രമാണ് ഇന്ന് അദ്ദേഹവും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഖാവ് പിണറായിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും അദ്ദേഹം ഉപയോഗിച്ച് വാക്കുന്ന നല്ല സഖാക്കൾ പക്ഷേ ചങ്ങലക്കിട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ നോക്ക്, എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ 8 വർഷം കൂടെ നടന്നിട്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ അത്യന്തം ഗതികെട്ട ദയനീയമായ ഒരു ഷോ ഇന്ന് കണ്ടു എന്നല്ലാതെ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും പ്രാധാന്യം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലുണ്ടോ? അതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ വരാം. എന്തെങ്കിലും ഒരു പുതിയ വസ്തുത അദ്ദേഹത്തിന് അത് മറ്റുള്ളവരുടെ കൂടി മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കി കൊണ്ടുപോകാം ശ്രീ VP മുസ്തഫ.